വിഷന്റെ ന്യൂസ് എക്സ്പ്ലെയിൻ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. നാട്ടുകളി വിഷൻ വാർത്ത ഫലം കണ്ടു. ചെത്തല്ലൂർ മുരിയങ്കണ്ണി പാലത്തിൽ തകർന്ന സ്ലാബ് നന്നാക്കി. കരിങ്കലത്താണി ചെത്തല്ലൂർ ശ്രീശ്രവണ റോഡിലെ ചെത്തല്ലൂർ മുരിയങ്കണ്ണി പാലത്തിൻ്റെ നടപ്പാലത്തെ തകർന്ന സ്ലാബ് മാറ്റി പുതിയ സ്ലാബ് വാർത്തു. ബസ് സർവീസ് ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന അറിയപ്പെടുന്ന ഒരു പാലം കൂടിയാണ് മുരിയങ്കണ്ണി പാലം. 2 ജില്ലകൾ, 4ഓളം പഞ്ചായത്തുകൾ, 2 താലൂക്കുകൾ കൂടിയതാണ് ഈ പ്രദേശം. 2012 ഏപ്രിൽ 7 മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പാലം ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. 2 പ്രളയത്തെ അതിജീവിച്ചിരുന്ന പാലത്തിന് ഇതുവരെ മറ്റു അറ്റകുറ്റപ്പണികളൊന്നും ചെയ്തിട്ടില്ല. പാലത്തിൻ്റെ സൈഡിലുള്ള വഴിവിളക്കുകൾ തകരാറിലായിട്ട് വർഷങ്ങളായി. തകർന്ന നടപ്പാലത്തിൻ്റെ സ്ലാബ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് CPI വെളിനേഴി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക്കൽ സെക്രട്ടറി ആലങ്കോട്ടിൽ രാധാകൃഷ്ണൻ അധികാരികളോട് ആവശ്യപ്പെട്ടിരുന്നു. നേതാക്കളായ PV സുരേഷ്, K ഹരിദാസ്, P നാരായണൻകുട്ടി, MC മണികണ്ഠൻ, O വീരേന്ദ്രകുമാർ, P മണികണ്ഠൻ, രാഘവൻ കുന്നിന്മേൽ എന്നിവർ പാലം സന്ദർശിച്ചു. പാലത്തിൽ തകർന്ന സ്ലാബുകളെക്കുറിച്ചും കാൽനടയാത്രക്കാരുടെ അപകടത്തെക്കുറിച്ചും കഴിഞ്ഞ ദിവസം നാട്ടുകളി വിഷൻ വാർത്ത നൽകിയിരുന്നു. വെള്ളിനേഴി പഞ്ചായത്തിനെയും തച്ചനാട്ടുകര പഞ്ചായത്തിനെയും അതുപോലെ തന്നെ ആലിപ്പറമ്പ് പഞ്ചായത്ത്, താഴേക്കോട് പഞ്ചായത്ത്, 3-4 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മർമ്മപ്രധാനമായ ഒരു റോഡാണ് ഈ മുറിയങ്കണ്ണി ചെത്തല്ലൂർ റോഡും അതിനോടനുബന്ധിച്ചുള്ള ഈ പാലം. ഈ പാലത്തിൻ്റെ നട സ്ലാബ് കഴിഞ്ഞ പ്രാവശ്യം ഇത് കുറച്ച് മാസങ്ങളായി തകർന്ന് കിടക്കുകയാണെന്ന് കാണിച്ച് CPI വെള്ളിനേഴി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ ഇവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ ഇത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത ചെയ്യുകയും അത് മാധ്യമങ്ങൾ നല്ലപോലെ തന്നെ ഏറ്റെടുത്ത് അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ ഭാഗമായി ഈ പാലം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇതിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. അതിന് ബന്ധപ്പെട്ട അധികാരികളോട് ആരാണിത് നേരെയാക്കിയത്, ഡിപ്പാർട്ട്മെൻറ്റാണ് നേരെയാക്കിയാണെങ്കിലും അവരോട് ഈ വെള്ളിനേഴി ലോക്കൽ കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ആദ്യമായി. പിന്നെ ഇതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ വർഷവും ഇതിൻ്റെ മറ്റുള്ള അറ്റകുറ്റപ്പണികളും ഇതിൻ്റെ ഈ പ്രദേശത്തേക്ക് വരുന്ന വഴിവിളക്കുകൾ ഇതെല്ലാം അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തി ഇത് വേണ്ട പോലെ തന്നെ ജനങ്ങൾക്കത് ചെയ്തു കൊടുക്കണമെന്നാണ് ഇനി ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.